നമസ്കാരം. പ്രവാസി മലയാളി പ്ലസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട പ്രവാസികൾക്ക് വേണ്ട ഒരു കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്തകൾ ചർച്ച ചെയ്യുമ്പോൾ ആരും കാണാറില്ല. അതാണ് പ്രധാന കാര്യം. പക്ഷേ കണ്ടാലും കണ്ടില്ലെങ്കിലും ഞങ്ങൾ എന്തായാലും അത് നിങ്ങളെ അറിയിക്കും. എപ്പോഴെങ്കിലും നിങ്ങളത് കാണുമല്ലോ എന്ന് നമ്മൾ ഓർത്ത്. തീർച്ചയായിട്ടും ഇനി പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട കെണികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, അല്ലേ? വിദേശ രാജ്യത്ത് സുരക്ഷിതമായ ജീവിതം ആഗ്രഹിക്കുന്നവരാണ് ഓരോ പ്രവാസിയും. ഇങ്ങനെയുള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ സുപ്രധാനമായ ഒരു നിയമമുണ്ട്. ഡീപ്പോർട്ടേഷൻ അഥവാ നാടുകടത്തൽ അല്ലെങ്കിൽ പ്രവേശന വിലക്ക് എന്നൊക്കെ പറയും. UAE-യിൽ ഈ നടപടി പ്രധാനമായും രണ്ട് രീതിയിലാണ് നടപ്പിലാക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഡീപ്പോർട്ടേഷനും ഉണ്ട്, ജുഡീഷ്യൽ ഡീപ്പോർട്ടേഷനും ഉണ്ട്. നിയമലംഘനങ്ങളുടെ ഗൗരവമനുസരിച്ച് ജീവിതം വഴിമുട്ടിക്കുന്ന ഈ നടപടികൾ പ്രവാസികൾക്ക് നൽകുന്ന പാഠങ്ങൾ കുറച്ചു വലുതാണ്. ഈ വിഷയമാണ് ഇപ്രാവശ്യം UAE-യിലെ പ്രമുഖ മലയാളി അഭിഭാഷകയും സോഷ്യൽ ആക്ടിവിസ്റ്റുമായ പ്രീത ശ്രീറാം മാധവ് വിവരിച്ച ഒരു കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ വീണ്ടും അതെടുത്ത് നിങ്ങളോട് പറയുകയാണ്. ആരെങ്കിലും ഇപ്പോൾ പ്രീത ശ്രീറാം മാധവ് എഴുതിയത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊരു പ്രവാസി മലയാളി കാണുന്നവരുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. എന്തായാലും പ്രീത ശ്രീറാം മാധവിനോടൊരു താങ്ക്സ് കൂടി പറയുന്നുണ്ട്. ഞങ്ങൾ അതൊന്ന് എടുത്തിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഇനി നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പോർട്ടേഷൻ എന്താ നമുക്ക് നോക്കാം. അധികൃതരുടെ നേരിട്ടുള്ള നടപടി കോടതി ഉത്തരവില്ലാതെ സർക്കാർ ഈ ഏജൻസികൾക്ക്, പ്രത്യേകിച്ച് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ICP പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് പ്രത്യേക കാരണങ്ങളാൽ ഒരാളെ നാടുകടത്താൻ അധികാരമുണ്ട്. രാജ്യത്തിന്റെ പൊതു താല്പര്യത്തിനോ സുരക്ഷയ്ക്കോ ഭീഷണിയാണ് എന്ന് അധികാരികൾക്ക് ബോധ്യമാകുന്ന സാഹചര്യമാണെങ്കിലാണ് ഇത് സംഭവിക്കാറുള്ളത്. എന്തുകൊണ്ടാണ് നാട് കടത്താറുള്ളത്? പ്രധാന കാരണങ്ങൾ നോക്കാം. 1. സുരക്ഷാ ഭീഷണിയും ക്രിമിനൽ റെക്കോർഡും രാജ്യത്തിന്റെ സുരക്ഷ, പൊതുസമാധാനം എന്നിവയ്ക്ക് ഭീഷണിയാണ് എന്ന് കണ്ടാൽ കോടതി വിധി കാത്തു നിൽക്കാതെ തന്നെ ഒരാളെ നാട് കടത്താൻ അധികാരികൾക്ക് കഴിയും. രാജ്യദ്രോഹം, തീവ്രവാദ പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടവയുടെ സഹവാസം തുടങ്ങിയ കാര്യങ്ങൾ ഗൗരവമായി കണക്കാക്കും. ലഹരി മരുന്ന്, ആക്രമണം, കള്ളക്കടത്ത് പോലെയുള്ള ഗുരുതര ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെടുന്നവരെയും ഈ രീതിയിൽ നാടുകടത്താം. രണ്ടാമത്, നിയമവിരുദ്ധ താമസം, ഓവർസ്റ്റേ. വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യം വിടാതെ താമസിക്കുക. ഓവർസ്റ്റേ ഉള്ളവർക്ക് സന്ദർശക വിസ ഉൾപ്പെടെയുള്ള വിസകൾ പുതുക്കാതെ തുടരുക തുടങ്ങിയ നിയമലംഘനങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ഡീപ്പോർട്ടേഷനിലേക്കാണ് നയിക്കുന്നത്. എന്നാൽ ഏതെങ്കിലും കേസുകൾ നിലവിലുള്ളതിനാൽ വിസ പുതുക്കാൻ സാധിക്കാത്തവർക്ക് ഓവർസ്റ്റേയുടെ പേരിൽ ഈ നടപടി നേരിടേണ്ടി വരില്ല. മസാജ് കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് മൂന്നാമത്തെ കാര്യം. മസാജ് കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നവർ പല കാരണങ്ങളും കൊണ്ട് അധികവും ഇങ്ങനെ നാട് കടത്തപ്പെടാറുണ്ട്. ലഹരി മരുന്ന് സൂക്ഷിക്കുകയും വിൽക്കുകയും ചെയ്യുന്നത് അതിലൊരു പ്രധാനമായ കാരണം തന്നെയാണ്. എന്നാൽ ഇതിനെപ്പറ്റി അറിയാതെ അവിടെ ജോലി ചെയ്യുന്ന സാധാരണ ജീവനക്കാരും പലപ്പോഴും കെണിയിൽ അകപ്പെടുകയും നാട് കടത്തപ്പെടാറുമുണ്ട്. അതിലെടുത്തു പറയേണ്ടത് മലയാളികളുടെ കാര്യമാണ്. പ്രത്യേകിച്ചും സ്ത്രീകൾ, പെൺകുട്ടികൾ ഇത്തരത്തിൽ മസാജ് സെന്ററിൽ, മസാജ് പാർലർ ഒരുപക്ഷെ വിളിക്കുക, ബ്യൂട്ടി പാർലറിൽ നിൽക്കാം എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും വിളിക്കുക. പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് മസാജ് സെന്ററിലേക്കായിരിക്കും വിളിക്കുന്നത്. ശരി, മസാജ് സെന്ററെങ്കിൽ മസാജ് സെന്റർ, ജോലി ശമ്പളം കിട്ടുന്ന കാര്യമാണല്ലോ എന്ന് കരുതുന്നു. പക്ഷെ അത്തരം ഒരു കെണിയിലേക്ക് അകപ്പെടുത്താനായി ഇവർ ഉപയോഗിക്കുന്ന ഒരു വലയമായിട്ട്, ഒരു ഉപയോഗിക്കുന്ന ഒരു ടൂളായിട്ട് ഇവരെ എല്ലാവരെയും മാറ്റുന്ന സാഹചര്യമുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലൈസൻസ് ഇല്ലാത്ത സ്പാകളിൽ വർക്ക് ചെയ്യുന്നവർക്കും ഇതുപോലത്തെ നാടുകടത്തൽ സംഭവിക്കാറുണ്ട്. അനാശാസ്യ പ്രവർത്തനങ്ങൾ മൂലവും നാടുകടത്തപ്പെടും. മസാജ് സെന്ററിൽ ജോലി ചെയ്യുന്നവർ, അവർക്ക് വിസ ഉണ്ട്, കമ്പനിക്ക് ലൈസൻസ് ഉണ്ട്, പിന്നെ എങ്ങനെ പോലീസ് പിടിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ലൈസൻസിൽ ക്രോസ് മസാജ് ചെയ്യേണ്ട അനുമതി പലർക്കും ഉണ്ടാകാറില്ല. അതായത് സ്ത്രീ ആണെങ്കിൽ പുരുഷനെയും, പുരുഷനാണെങ്കിൽ സ്ത്രീയെയും അങ്ങനെ മസാജ് ചെയ്യേണ്ട ഒരു അനുവാദം ഉണ്ടാകാറില്ല. ഈ കാരണം കൊണ്ട് ഡീപ്പോർട്ടായ ഒട്ടേറെ പേർ UAE-യിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ് അനാശാസ്യ പ്രവർത്തനങ്ങൾ. അനാശാസ്യ പ്രവർത്തനങ്ങൾ പോലുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതും ഈ ഗണത്തിൽപ്പെടും. ലൈസൻസ് ഇല്ലാത്ത സ്പാകളിൽ ജോലി ചെയ്യുന്നവരും സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ഫ്ളാറ്റുകളിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന നിരപരാധികൾ പോലും നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത മൂലം കെണിയിലകപ്പെട്ട് നാടുകടത്തപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരാറുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ, പൊതുജനാരോഗ്യത്തിന് ഭീഷണിയായ പകർച്ചവ്യാധികൾ ഉണ്ട് എന്ന് വിസ സ്റ്റാമ്പ് ചെയ്യുന്നതിന് മുൻപുള്ള ആരോഗ്യ പരിശോധനയിൽ കണ്ടെത്തിയാലും ഉടൻ ഡീപ്പോർട്ട് ചെയ്യപ്പെടും. നിയമലംഘനങ്ങളുടെ ആവർത്തനമാണ് മറ്റൊന്ന്. ചെറിയ കുറ്റകൃത്യങ്ങൾ പോലും ആവർത്തിച്ചു ചെയ്യുന്നവരെ അധികാരികൾ ചോദ്യം ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് നാടുകടത്താറുണ്ട്. ശ്രദ്ധിക്കുക, അഡ്മിനിസ്ട്രേറ്റീവ് ഡീപ്പോർട്ടേഷൻ സാധാരണയായി എൻട്രി ബാൻഡിനൊപ്പമാണ് വരാറ്. അതായത് പ്രത്യേക സ്പെഷ്യൽ പെർമിഷൻ വേവർ ലഭിച്ചാൽ മാത്രമേ UAE-യിലേക്ക് തിരികെ പ്രവേശിക്കാൻ സാധിക്കൂ. ഇനി ജുഡീഷ്യൽ ഡീപ്പോർട്ടേഷൻ ഉണ്ട്.
കോടതിയുടെ ഈ കടുപ്പമേറിയ വിധി ഒരു കുറ്റകൃത്യത്തിൽ ശിക്ഷിക്കപ്പെടുമ്പോൾ ശിക്ഷയുടെ ഭാഗമായി കോടതി ഉത്തരവിലൂടെ ഒരാളെ രാജ്യത്ത് നിന്ന് നാടുകടത്തുന്ന രീതിയാണ് ഇത്. ലഹരി മരുന്ന് വിൽപ്പന, കള്ളക്കടത്ത്, തട്ടിപ്പ്, കൊലക്കുറ്റം, ഗൂഢാലോചന, മോഷണം തുടങ്ങിയ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്നവർക്കാണ് ഇത് സാധാരണയായി ബാധകമാവാറുള്ളത്. പ്രവാസികൾ അറിയേണ്ട ചില കെണികൾ കൂടിയുണ്ട്. കള്ള ടാക്സികളിൽ വട്ടം ചുറ്റുന്നവർ ജാഗ്രത എടുക്കേണ്ട ഒരു കാര്യമാണ്. കള്ള ടാക്സികൾ വട്ടം ചുറ്റുന്നുണ്ട് എന്നുള്ളത്. വാടകയ്ക്ക് എടുത്തതോ സ്വന്തമായതോ ആയ വാഹനം പ്രൈവറ്റ് ടാക്സിയായി, കള്ള ടാക്സി അഥവാ അനധികൃത ടാക്സിയായി ഉപയോഗിക്കുന്നത് UAE-യിൽ ഗുരുതരമായ കുറ്റമാണ്. സ്കൂൾ കുട്ടികളെയും മറ്റും പിക്ക് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നതിൽ മലയാളി വീട്ടമ്മമാർ പോലും ഏർപ്പെടുന്നുണ്ട്. പിടിക്കപ്പെട്ടാൽ നാടുകടത്തൽ നിശ്ചയമാണ്. ഇതുകൂടാതെ ഈ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അപകടം സംഭവിച്ചാൽ നഷ്ടപരിഹാരവും മറ്റും ലഭിക്കാൻ പ്രയാസകരമാവും. യാത്രാക്കൂലി ലാഭിക്കാൻ പലരും ഷെയർ ടാക്സിയെ ആശ്രയിക്കാറുണ്ട്. എന്നാൽ ഈ വാഹനങ്ങളിൽ മദ്യം, ലഹരിമരുന്ന് വിൽപ്പനക്കാരോ അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തൊണ്ടി മുതലോടെ പോലീസ് ഇവരെ പിടികൂടുമ്പോൾ നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സഹയാത്രികരും നാടുകടത്തപ്പെട്ടേക്കാം. രാത്രികാലങ്ങളിൽ ഹോട്ടലുകളിൽ നിന്നും ക്ലബ്ബുകളിൽ നിന്നും യാത്രക്കാരെ കൊണ്ടുപോയി കൂടുതൽ പണം സമ്പാദിക്കാനുള്ള ദുരാഗ്രഹം കാരണം കേസിലകപ്പെട്ട് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലിരിക്കുന്നവർ ഒട്ടേറെയാണ്. അതായത് നമ്മുടെ കേരളത്തിലാണ് എന്ന് കരുതിയിട്ടായിരിക്കാം ഒരുപക്ഷെ 5 രൂപ കൂടുതൽ കിട്ടുമെങ്കിൽ അത് ആകുമല്ലോ എന്ന് കരുതിയായിരിക്കാം പാവങ്ങൾ ഇറങ്ങുന്നത്. പക്ഷേ വലിയ വലിയ ചതിക്കുഴിയിൽ പോയി പെടും, നാട് കടത്തും. അവിടെ കരഞ്ഞിട്ടോ വിളിച്ചിട്ടോ പറഞ്ഞിട്ടോ യാതൊരു കാരണവും ഉണ്ടാവില്ല. പൊതുസ്ഥലത്തെ നിയമലംഘനങ്ങൾ, രാത്രികാലങ്ങളിൽ പൊതുസ്ഥലത്ത് മദ്യപാനം, ലഹരിമരുന്ന്, മദ്യം വിൽക്കൽ ശ്രമിക്കൽ തുടങ്ങിയവ പിടിക്കപ്പെട്ടാൽ ഉടൻ നാടുകടത്തപ്പെടുന്ന കുറ്റകൃത്യങ്ങളാണ്. ഞാൻ കാലങ്ങളായി ചെയ്യുന്നു, പിടിക്കപ്പെടുന്നില്ല എന്ന ധൈര്യത്തിൽ നിയമം ലംഘിക്കുന്നത് അധികകാലം UAE-യിൽ വിലപ്പോകില്ലെന്ന് ഓർക്കുക. ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു മറ്റേ വാച്ചിന്റെ സംഭവങ്ങൾ. പിടിക്കപ്പെട്ടതിൽ മലയാളികൾ കൂടി ഉണ്ടായിരുന്നു, മരണപ്പെട്ടതിൽ മലയാളികൾ ഉണ്ടായിരുന്നു. ഇനി മറ്റൊന്നാണ് ഡേറ്റിംഗ് ആപ്പുകൾ. സാമ്പത്തിക തട്ടിപ്പും കേസുകളും ഡേറ്റിംഗ് ആപ്പുകൾ വഴി പരിചയപ്പെടുന്നവർ കാരണം പണം നഷ്ടപ്പെട്ടും പല ക്രിമിനൽ കേസുകളിലും പ്രതികളായവരും നിരവധി പേർ നാടുകടത്തപ്പെട്ടിട്ടുണ്ട്. ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിക്കുമ്പോൾ പരമാവധി ശ്രദ്ധിക്കുക, പരമാവധി ഉപയോഗിക്കാതിരിക്കുക. അതെ, ക്രിമിനൽ കേസുകളാണ് അടുത്തത്. അശ്രദ്ധ, അപകടം, പോലീസ് അന്വേഷണത്തിനായി വിളിപ്പിച്ച കേസുകൾ മൊഴിയെടുത്ത ശേഷം അവസാനിച്ചു എന്ന് സ്വയം ധരിച്ച് അത് ശരിക്ക് തീർപ്പാക്കാതെ തുടരുന്ന ധാരാളം പ്രവാസികളുണ്ട്. കേസിനെ ഗൗരവമായി എടുത്ത് നിരപരാധിത്വം തെളിയിച്ചാൽ മാത്രമേ UAE-യിൽ സുരക്ഷിതമായി ജോലിയിൽ തുടരാൻ സാധിക്കൂ. ഓർക്കുക, നിയമമാണ് പ്രധാനം. UAE-യുടെ നിയമങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനും ജനങ്ങളുടെ നന്മയ്ക്കും വേണ്ടിയുള്ളതാണ്. അപ്പോഴും ഓർക്കുക, ഇന്ത്യയല്ല, ഗൾഫ് രാജ്യങ്ങളാണ്. കാരണം ഒരുപാട് നിയമക്കുരുക്കുകൾ അവിടെ ഉണ്ട്. പ്രവാസികൾ അവിടെ ചെല്ലുന്നത് ജോലി തേടിയാണ്. ഇവിടുത്തെ നിയമങ്ങളെ അനുസരിച്ച് പ്രവർത്തിച്ചാൽ ഒരു തരത്തിലുള്ള നിയമ തടസ്സങ്ങളും ഉണ്ടാകില്ല. അതുകൊണ്ട് എന്താണോ ആ രാജ്യത്തെ നിയമം അതനുസരിച്ച് വേണം നിങ്ങൾ പ്രവർത്തിക്കാൻ. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന എത്ര കണക്കിന് എത്രയോ ആൾക്കാരുണ്ട്. നിങ്ങളുടെ ഓഫീസിലോ താമസ സ്ഥലത്തോ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അക്കാര്യം നിയമ അധികാരികളെ അറിയിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്. കുറ്റകൃത്യങ്ങൾ അറിഞ്ഞിട്ടും നിയമത്തെ അറിയിക്കാതിരിക്കുന്നത് പോലും UAE-യിൽ കുറ്റകൃത്യമാണ് എന്നറിയുക. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഓർക്കുക. കാരണം വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആ മാം, അഡ്വക്കേറ്റ് ആയിട്ടുള്ള മാം എഴുതി നിങ്ങളെ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ടാണ് ആവർത്തിച്ച് പറയുന്നത്. കാരണം ഇതെല്ലാം തന്നെ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തവരല്ല, അറിയാതെ പോയി ചതിക്കുഴിയിൽ വീഴുന്ന ആൾക്കാരാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ഒരു 100 രൂപ കരുതിയായിരിക്കും ഗൾഫിലേക്ക് പോകുന്നത്. ഉറ്റവരെയും ഉടയവരെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ടായിരിക്കും നമ്മൾ അവിടേക്ക് പോകുന്നത്. പക്ഷെ ചെല്ലുമ്പോൾ അത് ഇത്തരത്തിൽ വലിയൊരു ചതിക്കുഴിയാണ് എങ്കിൽ ഉള്ളത് കഞ്ഞി കുടിച്ച് നാട്ടിൽ കഴിയാമെന്നുള്ള ചിന്ത വരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് എല്ലാം കൈവിട്ട് പോകുന്ന അവസ്ഥയായിരിക്കും. അതെ. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി നോക്കാം. മുഖ്യമന്ത്രിയുടെ സൗദി സന്ദർശനത്തിന് അനുമതിയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സൗദി സന്ദർശനത്തിന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് അനുമതിയില്ല. മുഖ്യമന്ത്രിയുടെയും സംഘത്തിന്റെയും മാരത്തോൺ ഗൾഫ് പര്യടനത്തിന് നാളെ തുടക്കമാകാനിരിക്കെയാണ് യാത്രാനുമതി നിശ്ചയിച്ചതിൽ സ്ഥിരീകരണം വരുന്നത്. സൗദി ഒഴികെ ബാക്കി രാജ്യങ്ങളിൽ സന്ദർശനത്തിന് അനുമതിയുണ്ട്. മുഖ്യമന്ത്രി കൂടാതെ മന്ത്രി സജി ചെറിയാനും പേഴ്സണൽ അസിസ്റ്റന്റ് VM സുനീഷിനുമാണ് ഔദ്യോഗിക യാത്രാനുമതി. ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, UAE രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന് നേരത്തെ തന്നെ അനുമതി ലഭിച്ചിരുന്നു. നാളെ വൈകിട്ട് യാത്ര തിരിക്കുന്ന മുഖ്യമന്ത്രിയും സംഘവും ഡിസംബർ 1 വരെ വിവിധ തീയതികളിൽ യാത്ര ചെയ്യാനാണ് ഉള്ളത്. 16-ന് ബഹ്റൈനിൽ പ്രവാസി മലയാളി സംഗമത്തോടെയാണ് പരിപാടിക്ക് തുടക്കമാകുന്നത്. അതിനുശേഷം സൗദി യാത്ര തീരുമാനിച്ചുവെങ്കിലും അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് യാത്ര ഷെഡ്യൂളിലും മാറ്റം ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത്. 22-ന് മസ്കറ്റിലെത്തുന്ന മുഖ്യമന്ത്രി 24-ന് പൊതുപരിപാടികളിൽ പങ്കെടുക്കും. 25-ന് സലാലയിലാണ് മുഖ്യമന്ത്രിയുടെ പരിപാടി. അതിനുശേഷം 26-ന് കൊച്ചിയിലെത്തി 28 രാത്രി ഖത്തറിലേക്ക് പോകാനാണ് തീരുമാനം.
30-ന് ഖത്തറിലെ പരിപാടിക്ക് ശേഷം തിരുവനന്തപുരത്തെത്തും. പിന്നീട് നവംബർ 5-നാണ് അടുത്ത യാത്ര. കുവൈറ്റിലെ പരിപാടിക്ക് ശേഷം അബുദാബിയിൽ എത്തുന്ന മുഖ്യമന്ത്രി അവിടെ 5 ദിവസം ഉണ്ടാകും. മകൻ വിവേക് കിരൺ അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത്. ED സമൻസ് വിവാദം അടക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടി ഇതൊരു സന്ദർശനം വലിയ വിവാദമായിരിക്കുകയാണ് ഇന്ന് കേരളത്തിൽ. പലരും ചിന്തിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഓരോ യാത്രയും ചെയ്ത് നമ്മുടെ ഖജനാവിലെ പണം മുടിപ്പിക്കുന്നത്? ഇതൊക്കെ യാത്ര ചെയ്യുന്ന നല്ലത് തന്നെ. പ്രവാസികൾക്കോ സ്വദേശികൾക്കോ ഒക്കെ തന്നെ നല്ല എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കും. പക്ഷെ ഇപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവത്തിനേക്കാൾ കൂടുതൽ യാത്ര ചെയ്യുന്നു, പണം ചെലവാക്കുന്നു. അത് എന്തിനാണെന്നുള്ളതിനെ കുറിച്ചൊരു പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ല. പോരാത്തതിന്റെ ഈ ഗൾഫ് രാജ്യങ്ങൾ പോയി കഴിഞ്ഞാൽ അവരുടെ വൃത്തി കണ്ടിട്ടെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് കരുതുന്നോ? അതുമില്ല. ഇനി അവിടെ എത്തുന്ന പ്രവാസികളുടെ ദുരിതം കണ്ടിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു സഹായം അതും ചെയ്യുന്നില്ല. എന്തായാലും ഏറ്റവും മികച്ചൊരു നല്ല കാര്യം നമുക്കതിൽ പറയാതിരിക്കാൻ വയ്യ. നോർക്കയുടെ ഈ പറയുന്ന ഇൻഷുറൻസ് അത് നല്ലതാണ്. അതെ. സൗദി അറേബ്യ ഒരാഴ്ചയ്ക്കുള്ളിൽ 11,849 അനധികൃത താമസക്കാരെ നാട് കടത്തിയ ഒരു വാർത്തയാണ് ഇനി. സൗദി സുരക്ഷാ അധികൃതർ ഒരാഴ്ചയ്ക്കുള്ളിൽ 21,403 അനധികൃത താമസക്കാരെ അറസ്റ്റ് ചെയ്തു. ഒക്ടോബർ 2-നും ഒക്ടോബർ 8-നും ഇടയിൽ സുരക്ഷാ സേന ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് നടത്തിയ സംയുക്ത പരിശോധനകളിലാണ് അറസ്റ്റ് നടന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അറസ്റ്റ് ചെയ്തവരിൽ 12,439 താമസ നിയമം ലംഘിക്കുന്നവരും 4,650 അതിർത്തി സുരക്ഷാ നിയമം ലംഘിക്കുന്നവരും 4,314 തൊഴിൽ നിയമം ലംഘിക്കുന്നവരുമാണ്. യാത്രാരേഖകൾ ലഭിക്കുന്നതിനായി ആകെ 23,824 നിയമലംഘകരുടെ വിവരങ്ങൾ അവരുടെ നയതന്ത്ര കാര്യാലയങ്ങളെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ വാർത്തയും. കാരണം ഈ താമസ അനുകൂലത്തിലെല്ലാം ഏറ്റവും കൂടുതൽ ഇതുപോലത്തെ അബദ്ധങ്ങൾ വന്ന് ചാടുന്നത്. 2,764 നിയമലംഘകരുടെ യാത്രാ റിസർവേഷനുകൾ പൂർത്തിയാക്കുന്നതിനായി റഫർ ചെയ്തു. 11,849 നിയമലംഘകരെ നാടുകടത്തി. സൗദിയിലേക്ക് അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ അറസ്റ്റിലായവരുടെ എണ്ണം 1,874 ഇതിൽ 45% യമനികളാണ്, 54% എത്യോപ്യൻ പൗരന്മാരും 1% മറ്റു രാജ്യക്കാരുമാണ്. അനധികൃതമായി സൗദി വിടാൻ ശ്രമിക്കുന്നതിനിടെ ആകെ 36 പേർ അറസ്റ്റിലായിട്ടുണ്ട്. അപ്പോൾ സൗദിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതും സൗദിയിൽ നിന്ന് തിരിച്ചു പോകാൻ ശ്രമിക്കുന്നതും അനധികൃതമായിട്ടാണെങ്കിൽ അറസ്റ്റിലാകും. അതെ. നിയമലംഘകർക്ക് ഗതാഗതം, താമസം, തൊഴിൽ എന്നീ സൗകര്യങ്ങൾ നൽകിയ 29 പേരെയും അറസ്റ്റ് ചെയ്തു. 29,840 പുരുഷന്മാരും 1,504 സ്ത്രീകളും ഉൾപ്പെടെ ആകെ 31,344 പ്രവാസികൾക്ക് നിലവിൽ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് വ്യക്തികളെ കൊണ്ടുവരാൻ സഹായിക്കുകയോ അത്തരക്കാരെ സൗദിയിൽ നിന്നും തിരികെ കൊണ്ടുപോവുകയോ അഭയമോ മറ്റെന്തെങ്കിലും സഹായമോ സേവനമോ നൽകുകയോ ചെയ്യുന്ന ഏതൊരാൾക്കും 15 വർഷം വരെയാണ് തടവ്. 15 വർഷം വരെ തടവ് മാത്രമല്ല 1 ദശലക്ഷം റിയാല് വരെ പിഴയും ശിക്ഷയായി നൽകും. ഗതാഗതത്തിനായി ഉപയോഗിക്കുന്ന വാഹനങ്ങളും താമസം നൽകാൻ ഉപയോഗിക്കുന്ന വീടുകളും കണ്ടുകെട്ടുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മക്ക, റിയാദ്, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലെ 911 എന്ന നമ്പർ, അതായത് 911 എന്ന നമ്പറിലും രാജ്യത്തിലെ മറ്റ് പ്രദേശങ്ങളിൽ 999 എന്ന നമ്പറിലേക്കും 996 എന്നീ നമ്പറുകളിലും വിളിച്ച് നിയമലംഘന കേസുകൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് മഴയുണ്ട് എന്നൊരു വാർത്ത കൂടി അതോടുകൂടി ഇന്നത്തെ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം അല്ലെ. UAE-യിൽ പല ഭാഗങ്ങളിലും ശക്തമായ മഴ, അസ്ഥിര കാലാവസ്ഥ തുടരുമെന്നും മുന്നറിയിപ്പ്, ജാഗ്രതാ നിർദ്ദേശം. UAE-യിൽ പല ഭാഗങ്ങളിലും ശക്തമായ മഴ ലഭിച്ചു. ശക്തമായ മഴ പെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചിട്ടുണ്ട്. ഒക്ടോബർ 14 വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ദുബായ്, ഷാർജ, അബുദാബി, റാസൽ ഖൈമ എന്നീ എമിറേറ്റുകളിൽ ഞായറാഴ്ച മഴ ലഭിച്ചു. റാസൽ ഖൈമയിൽ അൽഗൈൻ, അദൻ, ഹംറാനിയ വിമാനത്താവള പരിസരം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉച്ചയ്ക്ക് 2 മണിയോടെ മഴ പെയ്തു. ശക്തമായ മഴ പെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം സാമൂഹിക പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചിട്ടുണ്ട്. ശനിയാഴ്ച ഫുജൈറയിൽ പെയ്ത കനത്ത മഴയിൽ എമിറേറ്റിലെ മലയോര മേഖലകളിൽ വെള്ളച്ചാട്ടങ്ങൾ നിറഞ്ഞൊഴുകി. അലൈനിൽ റോഡിൽ വെള്ളം കയറി. അസ്ഥിര കാലാവസ്ഥ തുടരുമെന്ന് ഒക്ടോബർ 14 വരെ മഴ ലഭിക്കാൻ, അതായത് ഇന്ന് വരെ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നുമാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പുതുതായി രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് മഴയ്ക്ക് കാരണം. വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ന് വരെയല്ല, നാളെ വരെയാണ് മഴയുണ്ടാകുന്നത്. എന്തായാലും കാറ്റിന്റെ ഗതിയും മാറാനുള്ള സാധ്യതയുണ്ട്. ചില നേരങ്ങളിൽ കാറ്റ് ശക്തമാകും. ഇത് റോഡിലെ ദൃശ്യപരത കുറയ്ക്കാൻ ഇടയാക്കും എന്നതിനാൽ യാത്രക്കാർ സൂക്ഷിക്കണം. അസ്ഥിര കാലാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ NCM സുരക്ഷാ നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ശക്തമായ മഴയോ ഇടിമിന്നലോ ഉള്ള സാഹചര്യങ്ങളിൽ താഴ്വാരങ്ങളിലും വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളും യാത്ര ചെയ്യുന്നവർ ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം. ഇടിമിന്നലുള്ളപ്പോൾ തുറസായ സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്.
എന്തായാലും വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ അറിയുക, കാണുക, മനസ്സിലാക്കുക, ശേഷം അതുമായി ബന്ധപ്പെട്ട് നടപടികളുമായി മുന്നോട്ട് പോവുക. മറ്റു വാർത്തകളുമായി കാണാം നാളെ.